കോർപ്പറേഷൻ ലിമിറ്റിൽ 6 സെന്റ് ലാൻഡിൽ മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈനിൽ വരുന്ന 2 BHK വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വീട് ഫുള്ളായിട്ട് റെഡ് ബ്രിക്സിലാണ് പണി തീർത്തിരിക്കുന്നത്. 6 സെന്റ് ലാൻഡിൽ പഴയ ഒരു വീട് റിനോവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീട് സെയിലിന് പോയിട്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് വന്നിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ മുഴുവൻ ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്കായ ബോക്സ് കണ്ടംപററി ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാൻ വേണ്ടി ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ച് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഫ്രണ്ടേജ് ഒക്കെ നല്ല രീതിയിൽ ചെറിയ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. വീട് നല്ല ലോറി സൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ ഏരിയ ലിമിറ്റിൽ 6 സെന്റ് ലാൻഡിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിരിക്കുന്നത്. ഒരു 2 BHK വീട് തന്നെയാണ് ഈ കാണുന്നത്. 2 ബെഡ്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ എൻട്രൻസിനായിട്ട് ഒരു ഫോൾഡിംഗ് ഗേറ്റും കൂടാതെ തന്നെ ഒരു സ്ലൈഡിംഗ് ഗേറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 6 സെന്റ് ലാൻഡിനകത്ത് തന്നെ തെങ്ങ്, പ്ലാവ് കൂടാതെ തന്നെ പേരമരമൊക്കെ അത്യാവശ്യം കോമ്പൗണ്ടിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ഗാർഡനിങ് പ്രൊവിഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീട് പണിതിരിക്കുന്നതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുമലയ്ക്ക് സമീപം ആറാമട എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് വരുന്നതിൻ്റെ ആ ഒരു ഏരിയ മുതൽ ഫ്രണ്ടേജ് വരെ കോൺക്രീറ്റ് ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ റെഡ് പാമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജിലോട്ട് പോകാം. വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുമ്പോഴത്തേക്കും നാച്ചുറൽ സ്റ്റോണും ഒറിജിനൽ ഗ്രാസും ഒക്കെ നട്ട് തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ കുറച്ച് പെബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ റെഡ് പാമിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നട്ട് തന്നെയാണ് നല്ല ഗംഭീരമാക്കിയിട്ടുള്ളത്. വീടിന് വേണ്ടിയിട്ടുള്ള മെയിൻ വാട്ടർ സോഴ്സ് ഒക്കെ പൈപ്പ് കണക്ഷൻ തന്നെയാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കാം. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് മുഴുവനും ആഞ്ഞിലയിലാണ് പണിതിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ വിശാലമേറിയ ഹോളും വിത്ത് ഡൈനിങ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. 20x10 ആണ് ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് പ്രവേശിക്കുന്നതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു TV യൂണിറ്റിൻ്റെ പ്രൊവിഷനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഷെൽഫ് മോഡൽ ഏരിയയും അതുപോലെ തന്നെ അതിനകത്തൊരു സ്പോട്ട് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നാച്ചുറൽ പ്ലാന്റ്സോ കൂടാതെ തന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് വെച്ച് ഒരു ഡെക്കറേഷൻ ചെയ്യാനുള്ള ഏരിയയാണ് ആ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ടൈൽസ് മുഴുവനും ഖജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു കോർണറിൽ വാഷിംഗ് ഏരിയ ഒക്കെ നൽകിയിട്ടുണ്ട്. ജാഗോറിൻ്റെ നല്ല ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷിംഗ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഓപ്പൺ കിച്ചണിലോട്ട് പോകാം. 10x10 ഡയമെൻഷൻ ഒരു നല്ല മനോഹരമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വുഡൻ പാറ്റേൺസ് വരുന്ന ഒരു ടൈൽസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിന്റെ സ്ലാബാണ് ഈ കിച്ചണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കബോർഡ്സും കാര്യങ്ങളൊക്കെ മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന് നല്ലൊരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8x8 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് വർക്ക് ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് നല്ല മനോഹരമായ ഒരു 2 BHK ആണ്. അപ്പോൾ നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 10x10 ഡയമെൻഷൻ വരുന്ന ഒരു റൂം തന്നെയാണ് ആദ്യം നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം മുഴുവൻ നല്ല ഫുൾ വാൾട്ടൈലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 14x10 ഡയമെൻഷൻ വരെ നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത്. ഖജേറിയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ റൂംസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നേരത്തെ കണ്ട ബാത്റൂമിലുള്ളതുപോലെ തന്നെ ബാത്റൂംസിലെ ചുമര് മുഴുവനും വാൾട്ടൈലൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ഏരിയ ലിമിറ്റിൽ 6 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല മനോഹരമായ 2 BHK വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 58 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.